തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ പലതരം അടവുകൾ രാഷ്ട്രീയ പാർട്ടികൾ പുറത്തെടുക്കാറുണ്ട്. എന്നാൽ 4 വോട്ടിന് വേണ്ടി നാടിനെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നത് ശരിയാണോ? ഈ ചോദ്യത്തിന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും പറയുന്ന ഉത്തരമെന്നത് കൃത്യമായ കാര്യങ്ങളാണ്. നമ്മുടെ കേരളം എപ്പോഴും എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഒരിടമാണ്. എന്നാൽ അടുത്ത കാലത്തായി സർക്കാരും അവരെ പിന്തുണയ്ക്കുന്നവരും ഒരു പുതിയ രീതി തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രത്യേക ജില്ലയെക്കുറിച്ചോ ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ചോ മോശമായ കാര്യങ്ങൾ പറയുക. ഇതിനെയാണ് PK കുഞ്ഞാലിക്കുട്ടി ശക്തമായി എതിർക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ലീഗ് എന്നാൽ മതസൗഹാർദ്ദത്തിന്റെ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല. പക്ഷേ വോട്ട് കിട്ടാൻ വേണ്ടി ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്നത് ഉത്തരേന്ത്യൻ രീതിയാണ്. അതിവിടെ നടപ്പില്ല. മലപ്പുറം ജില്ലയെക്കുറിച്ച് മോശമായ പ്രസ്താവനകൾ നടത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. ലീഗ് ടിക്കറ്റിൽ ജയിച്ചു വന്നവരിൽ ഇതര മതസ്ഥരായ സഹോദരിമാരുണ്ട്. അഡ്വക്കേറ്റ് വിജയെ പോലുള്ളവർ അതിനുദാഹരണമാണ്. ഇവിടെ പേര് നോക്കി ആളുകളെ വേർതിരിക്കുന്ന രാഷ്ട്രീയം മലയാളികൾക്ക് മനസ്സിലാകില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഭരിക്കുന്നവർക്ക് ആത്മവിശ്വാസം കുറയുമ്പോഴാണ് അവർ വർഗീയതയെ കൂട്ടുപിടിക്കുന്നത്. കഴിഞ്ഞ കുറെ തിരഞ്ഞെടുപ്പുകളിലായി സർക്കാർ പല തന്ത്രങ്ങളും പയറ്റി നോക്കി. ആദ്യം ഒരു വിഭാഗത്തെ സുഖിപ്പിച്ചു, പിന്നെ മറ്റൊരു വിഭാഗത്തെ കൂടെ നിർത്താൻ നോക്കി. എന്നാൽ മലയാളികൾ ഇതൊക്കെ കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം UDFന് മികച്ച വിജയം നേടാൻ കഴിഞ്ഞത്. നമ്മുടെ നാടിന്റെ ഒരുമ തകർക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ സധൈര്യം നേരിടുമെന്നാണ് കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും പറയുന്നത്. അധികാരത്തിനു വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഈ വിഭജന രാഷ്ട്രീയം കേരളത്തിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പാണ്. എന്തായാലും മുസ്ലിം ലീഗ് നേതാക്കളുടെ ഈ തുറന്നടിക്കൽ നമുക്ക് വീഡിയോയിലൂടെ കാണാം. പക്ഷെ അദ്ദേഹം ലീഗിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ലീഗിന്റെ ചരിത്രവും വർത്തമാനവും അത് മതസൗഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെയും പാരമ്പര്യമാണ് ലീഗ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. 4 വോട്ടുകൾക്ക് വേണ്ടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളത് ലീഗിന്റെ ലക്ഷ്യമല്ല. മറിച്ച് സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള ധൈര്യം മുസ്ലിം ലീഗിനുണ്ട്. അതില്ലാത്തവരാണ് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രംഗം വഷളാക്കാൻ ശ്രമിക്കുന്നത്. അതായത് തങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ചോദ്യം കറക്റ്റാണ്. ഗവൺമെന്റിൽ ഇരിക്കുന്നവരുടെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയും ഒരു ആത്മവിശ്വാസ കുറവ് വളരെ പ്രകടമാണ്. അല്ലെങ്കിൽ ഇത്ര വലിയ വർഗീയത ഇതിനു മുമ്പ് അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോ ആ ആത്മവിശ്വാസം അങ്ങോട്ട് ഇല്ലാതായി ഒരു സ്റ്റേജിലെത്തി. അതുകൊണ്ടാണ് ഈ മലപ്പുറം പ്രസ്താവനയൊക്കെ. മലപ്പുറത്തുള്ള ജനപ്രതിനിധികളുടെ പേര് നോക്കിയാൽ അറിയാം എന്നല്ലേ പറഞ്ഞത്. മറ്റുള്ള കാസർഗോഡും അത് ഏത് ജില്ലയിൽ നോക്കിയാലും മനസ്സിലാവും. അത് കേരളത്തിൽ ഇതിന് മുമ്പാരും പറഞ്ഞിട്ടില്ലാത്തതാണ്. എന്താ മനസ്സിലാവുക? ഞങ്ങളുടെ മലപ്പുറത്തെ വൈസ് പ്രസിഡന്റ് ജനറൽ സീറ്റിൽ നിന്ന് വിജയിച്ച ഒരു സഹോദരിയാണ് ഒരു മിജി, അഡ്വക്കേറ്റ് മിജി. പേര് നോക്കിയാൽ മനസ്സിലാവൂല, പറയുന്നവർക്ക് ഇത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും വാ നിറച്ച് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ പ്രചരണം അത് അവരുടെ ആത്മവിശ്വാസക്കുറവ്. ഒരു ഇലക്ഷനെ ഇനി വരാൻ പോകുന്ന ഇലക്ഷനെ നേരിടാനുള്ള ആത്മവിശ്വാസ കുറവാണ് ആ പ്രകടമാക്കുന്നത്. ഗവൺമെന്റ് പറയുന്നു, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നു, മന്ത്രിമാർ പറയുന്നു. എല്ലാവരും സർപ്രൈസിംഗ് ആയിട്ടുള്ള, ഇതിനു മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത, ഉത്തരേന്ത്യയിൽ മാത്രം കേട്ട തരത്തിൽപ്പെട്ട ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനം അപ്രീഷിയേറ്റ് ചെയ്യൂല കേരളത്തിൽ. അത് പിന്നെ ഇത് പറയുന്നവരോട് ചോദിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവരോട് ചോദിക്കേണ്ടതാണ്. ഏതായാലും ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വിഭാഗീയത പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണുള്ളത് തുടങ്ങിയത്. കഴിഞ്ഞ അസംബ്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അത് കഴിഞ്ഞൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് ജനം തള്ളിക്കളഞ്ഞു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും അവർക്കുണ്ടാവേണ്ടതാണ്. ഈ മാറി മാറി കാർഡ് കളിച്ചിട്ട് എന്താ കാര്യം? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനാണ് നോക്കിയത്. ന്യൂനപക്ഷ കാർഡ് എന്നിട്ട് വല്ല ഉണ്ടായോ? അപ്പോഴും UDF ജയിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ കാർഡ് എടുത്തു, അപ്പോഴും UDF ജയിച്ചു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളമാണ്, മലയാളികളാണ്, കേരളക്കാരാണ്, കേരളീയര്.
അവരെ ഈ മണ്ണിൽ ഇത് ചെലവാവൂല. അതാണ് ഇത് തെളിയിക്കുന്നത്. ഈ വഴിക്ക് അവർ പോകുന്നിടത്തോളം UDF വിജയ വെന്നിക്കൊടി പറപ്പിച്ച് തന്നെ പോകും. ഓക്കെ.